Recording. A smooth sphere of weight W is supported by a string fastened to a point A on a smooth vertical wall. The other end is in contact with the point B as shown in figure. If the length of the string AC is equal to twice of the radius of the sphere, find the tension T in the string and the reaction of the wall. Okay? നമുക്ക് തന്നിട്ടുള്ളത് ഒരു സ്പിയർ അതിന്റെ സെന്റർ പിന്നെ അതൊരു വാളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ കണക്ട് ചെയ്തിട്ടുള്ളതിന് നമ്മൾ എ, ഇവിടെ ബി, ഇത് സി, എ സി സ്ട്രേറ്റ് ലൈൻ ആട്ടോ. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇപ്പൊ സ്പിയറിന്റെ റേഡിയസ് ആറാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എ സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെങ്ത് എന്താ തന്നിട്ടുണ്ട്? 2r ആന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ വരിക? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെന്റ് സൈഡ് എന്ന് വെച്ചാൽ ആറല്ലേ ഇവിടെ, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് 2r. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? കോസ് ഇൻവേഴ്സ് ഓഫ്, ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ട് 1/2 എന്ന് എഴുതാനും. കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 60 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലാമീസോ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വരുന്ന ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മുകളിലേക്ക് ആ ഒരു സ്ട്രിങ് മൂലം ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടാകുന്നു. ഇതിന്റെ ഇടയിൽ ആംഗിൾ 60 ഉണ്ട്. ഇനി ഇവിടെ W ആണ്. ലാമീസ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം പുറത്തേക്കായിട്ട് വേണം ഫോഴ്സസിന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് W, R നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു, അപ്പൊ പുറത്തേക്കാവില്ല, ഇൻസൈഡിലേക്ക് വരുന്നതിന് പകരം. ഇനി ഇത് ദിസ് വൺ വിൽ ബി T. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ എന്താണ്? 60 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോ ലാമീസ് തിയറി അനുസരിച്ചിട്ടാണെങ്കിൽ എന്തെന്ന് വരും? T/sin ഓഫ് T എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറും ഡബ്ല്യൂയും തമ്മിലുള്ള ആംഗിൾ ഇതെന്താ? 90 ഡിഗ്രി അല്ലേ? sin 90 is equal to R/sin ഓഫ് ആറാണ് ഫോഴ്സ് എങ്കിൽ എന്ത് ചെയ്യും? ടിന്റെയും ഡബ്ല്യൂന്റെയും ഇടയിലുള്ള ആംഗിൾ. അപ്പൊ നോക്ക്, ഇത് മൊത്തം വരുമ്പോ 180 ആണ്. അതിന് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? മൊത്തം 180, നമുക്ക് ടിയും ഡബ്ല്യൂയും തമ്മിലുള്ള ആംഗിൾ ആണ് വേണ്ടത്. അതായത് എന്തുണ്ട്? ഇത് വരെ 90, പിന്നെ എന്തുണ്ട്? 60 ഉണ്ട്. 90 + 60 എന്നല്ലേ വരും അവിടെ, പ്ലസ് W ഡിവൈഡഡ് ബൈ ടിയും ആറും തമ്മിൽ എന്താണ്? 180 - 60 ചെയ്താൽ പോരെ? ഇത് ടോട്ടൽ 180, ഈ മൊത്തം ഇത് അതിന് 60 കുറച്ചാൽ പോരെ? അപ്പൊ എന്തെന്ന് വരും? സൈൻ ഓഫ് 180 - 60 എന്ന് വരും. അതായത് സൈൻ 120 എന്ന് വരും അല്ലെ? നമുക്ക് ഇതിന് ടെൻഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടെൻഷൻ T ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? W വെച്ചിട്ടല്ലേ ഇക്വേഷൻ ചെയ്ത്? W/sin ഓഫ് sin 120 into sin 90 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 1.154 W എന്ന് കിട്ടും. അതുപോലെ തന്നെ R എടുക്കുക. R ഈസ് ഈക്വൽ ടു ആറും ഡബ്ല്യൂന്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടീന്റെ എടുക്കുമ്പോൾ ടിയും ഡബ്ല്യൂന്റെ ഇക്വേഷൻ എടുത്തു. T/sin 90 equal to W/sin 180 - 60. അപ്പൊ നമുക്ക് ഇത് കിട്ടും. ഇനി ഇതാകുമ്പോ R/sin 150 ആണുള്ളത്. W, അപ്പൊ W into എന്തായി? sin 150 ഡിവൈഡഡ് ബൈ sin 120 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.577 W എന്ന് വരും. ഓക്കെ, ഇനി ഇതൊരു രീതി. ഇനി നമ്മൾ നോർമലി ചെയ്യാറുള്ള കേസ് സം ഓഫ് Fx ഈക്വൽ ടു 0, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 6 ആണ് വരുന്നത്. ഇനി T എന്ന് പറയുന്നത് 60 ഡിഗ്രിയിലാണ്. അപ്പൊ 2 കമ്പോണന്റ് ഉണ്ടാവും അല്ലെ? ഇവിടെ എന്തായിരിക്കും? സൈൻ കമ്പോണന്റ് അല്ലേ, കാരണം ഈ ആക്സിസ് ആയിട്ടല്ല ആംഗിൾ വരുന്നത്. അപ്പൊ T sin 60. ഇവിടെ എന്തുണ്ടാവും? കോസ് കമ്പോണന്റ് ഉണ്ടാവില്ലേ? ഓക്കെ, നമുക്ക് ഇത് പുറത്തേക്കാണ് ഡയറക്ഷൻ. അപ്പൊ ഈ ഒരു ഡയറക്ഷനിൽ എന്തുണ്ടാവും? T cos 60 ഉണ്ടാവും. ഓക്കെ, സം ഓഫ് Fx ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? 6 പോസിറ്റീവ് സൈഡും മൈനസ് T cos 60 ഈക്വൽ ടു 0 എന്ന്. അതുപോലെ സം ഓഫ് Fy ഈക്വൽ ടു 0 എന്ന് എഴുതി.
ഇവിടെ ടി സൈൻ 60 മുകളിലേക്കും ഡബ്ല്യു താഴ്ത്തിക്കാണ് മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ ടി സൈൻ 60 ഈക്വൽ ടു ഡബ്ല്യു ആണ്. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു എന്താണ് ഡബ്ല്യു ബൈ സൈൻ 60 എന്നാണ് വാല്യൂ വരും. ഓക്കെ, നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.154 ഡബ്ല്യു കിട്ടും. ഇനി അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തുകൂടെ, അതായത് ആർ ഈസ് ഈക്വൽ ടു നിന്ന് കിട്ടുക ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ആർ ഈക്വൽ ടു ടി കോസ് 60 എന്ന് കിട്ടും. നമുക്ക് ടി എന്താണ് ഡബ്ല്യു ബൈ സൈൻ 60 ഇൻറ്റു കോസ് 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 0.577 ഡബ്ല്യു. ഓക്കെ, ഇത്രയല്ലേ. ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആമിസ് തിയറം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് ഏത് ചെയ്താലും കുഴപ്പമില്ല.